ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന കൂട്ടക്കൊലയിലെ അക്രമി ഹൈദരാബാദ് സ്വദേശിയെന്ന് ഓസ്ട്രേലിയൻ പോലീസ്. നേരത്തെ അവർ പാകിസ്ഥാൻ വംശജർ ആണെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. ഈ അക്രമികളുടെ വേരുകൾ ഇന്ത്യയിൽ ആണെന്നതും ഇവർ ഓസ്ട്രേലിയയിൽ എത്തിയത് വിദ്യാർത്ഥി വിസയിൽ ആണെന്നുള്ള വെളിപ്പെടുത്തൽ ആശങ്കയോടെയാണ് അവിടുത്തെ പ്രവാസികൾ നോക്കിക്കാണുന്നത്. പൊതുവെ ഭീകര ആക്രമണങ്ങളിൽ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരോ ഉൾപ്പെടുന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ അപൂർവമാണെങ്കിലും ജൂത കൂട്ടക്കൊല ലക്ഷ്യം വെച്ച് ഹൈദരാബാദ് വേരുകളുള്ള അക്രമി സാജിദ് അക്രമും മകൻ നവീദ് അക്രമും ചെയ്തതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയ അടക്കമുള്ള വിദേശ നാടുകളിലെ ഇന്ത്യക്കാരായിരിക്കും. സ്റ്റുഡന്റ് വിസ അപേക്ഷകൾ മുതൽ വിദേശങ്ങളിലെ എയർപോർട്ടുകളിൽ നടക്കുന്ന എമിഗ്രേഷൻ പരിശോധനയിൽ വരെ ബോണ്ടി ബീച്ച് അക്രമത്തിന്റെ പ്രത്യാഘാതം ഇന്ത്യൻ വംശജർ നേരിടേണ്ടി വരും എന്നത് ഉറപ്പാണ്. അതിനു പുറമെ പല വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കാരോട് നാട്ടുകാർ കാട്ടിയിരുന്ന സ്നേഹമൊക്കെ ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പതിയെ ഇല്ലാതാവും. കാലക്രമേണ അത് വെറുപ്പും ഭീതിയും ഒക്കെയായി മാറുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇന്ത്യക്കാരുടെ സ്റ്റുഡന്റ് വിസ അപേക്ഷകൾക്ക് ഇനി കർശന നിയന്ത്രണം ഉണ്ടാകും. വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയും ബ്രിട്ടനും കർശന ഉപാധികൾ കൊണ്ടുവന്നതോടെ ഒരു വർഷമായി മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിന് ആശ്രയിക്കുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ എന്നീ രാജ്യങ്ങളാണ്. ഈ 5 രാജ്യങ്ങളിൽ തമ്മിലുള്ള സുരക്ഷാ സഹകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയാണ്. ഭീകര ആക്രമണം പോലെയുള്ള വലിയ സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഈ രാജ്യങ്ങൾ പരസ്പരം ആ വിവരങ്ങളെല്ലാം കൈമാറും. ഈ സാഹചര്യത്തിൽ ബോണ്ടി ബീച്ച് അക്രമം സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഓസ്ട്രേലിയ മറ്റ് 4 രാജ്യങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്യും. അത് ഇന്ത്യക്ക് ഏറെ ദോഷം ചെയ്യും. കാൽ നൂറ്റാണ്ട് മുമ്പ് സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിലെത്തിയ ആളാണ് പ്രധാന അക്രമി സാജിദ് അക്രം. സാജിദിന്റെ ഇന്ത്യൻ ബന്ധവും ഈ ആക്രമണവുമായി നേരിട്ട് ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നേക്കും. കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ അതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായും ഓസ്ട്രേലിയൻ സർക്കാരിന് ആവശ്യമായ എന്ത് വിവരവും കൈമാറാൻ തയ്യാറാണെന്ന ഡൽഹിയുടെ നിലപാടും അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയുടെ പ്രതിച്ഛായക്ക് ഇളക്കം തട്ടരുത് എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാനഡയും ന്യൂസിലൻഡും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ചില കർക്കശ നിലപാടുകൾ അടുത്തിടെ എടുത്തിരുന്നെങ്കിലും ഓസ്ട്രേലിയ ഇതുവരെ അത്തരം നീക്കങ്ങൾ നടത്തിയിരുന്നില്ല. എന്നാൽ ബോണ്ടി ബീച്ച് അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ അത് പുനഃപരിശോധിക്കപ്പെടും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഓസ്ട്രേലിയൻ ജനതയുടെ രോഷമാണ് അവിടുത്തെ പത്രങ്ങളിൽ ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ദ കൊറിയർ മെയിൽ അക്രമിയെ യഥാർത്ഥ സാത്താൻ എന്നാണ് അവരുടെ ഹെഡിങ്ങിൽ പറയുന്നത്. എന്നാൽ ദ ഓസ്ട്രേലിയൻ, ദ അഡ്വർടൈസർ തുടങ്ങിയ പത്രങ്ങൾ സംയമനം പാലിക്കുന്ന വിധത്തിലുള്ള തലക്കെട്ടുകളാണ് വാർത്തകൾക്ക് നൽകിയത്. അതേസമയം തന്നെ കൂടുതൽ രാജ്യങ്ങൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി അമേരിക്ക. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ പൗരന്മാർക്കും പലസ്തീൻ അതോറിറ്റി നൽകുന്ന പാസ്പോർട്ട് കൈവശമുള്ളവർക്കും അമേരിക്കയിലേക്ക് വരാൻ പറ്റില്ല എന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ചത്. അമേരിക്കൻ പൗരന്മാർക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള വിദേശികളെ ആ രാജ്യത്ത് പ്രവേശിപ്പിക്കുകയെന്ന നിലപാടാണ് ട്രംപിനെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, സുഡാൻ, യമൻ എന്നിവ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കഴിഞ്ഞ ജൂണിൽ അമേരിക്ക പൂർണ്ണ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ രാജ്യങ്ങൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സിറിയയിൽ അമേരിക്കൻ സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നീക്കം. എന്നാൽ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയാണ് ഇന്ത്യയിലെ അമേരിക്കൻ എംബസി. പ്രധാനമന്ത്രി മോദി തങ്ങളുടെ ഉത്കൃഷ്ടനായ സുഹൃത്താണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായുള്ള ഒരു കുറിപ്പ് ചൊവ്വാഴ്ചയാണ് എംബസി ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പുരാതനമായ നാഗരികതകളിൽ ഒന്നിന്റെ ആസ്ഥാനമാണ്. ഇന്ത്യ വിസ്മയകരമായ രാജ്യവും ഇൻഡോ പസഫിക് മേഖലയിലെ അമേരിക്കയുടെ പ്രധാന പങ്കാളിയുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങൾക്ക് ഒരു വലിയ സുഹൃത്താണ്. ഇതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി എംബസിയുടെ ആ എക്സ്പോസ്റ്റിൽ ഉള്ളത്. ഇന്ത്യയും അമേരിക്കയും തുടർന്നും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മോദി എക്സ്പോസ്റ്റിലൂടെ ട്രംപുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ നടപടികൾ കാരണം ഉണ്ടായിരുന്ന ചില പിരിമുറുക്കങ്ങൾക്ക് ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറിലേക്ക് അടുക്കുന്നു എന്നും ചില സൂചനകളുണ്ട്.